ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ തൊലി കളയാതെ ഞാനൊരു ചെറിയ പീസാക്കിയിട്ട് ഒരു ജാറിലിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ തൊലി കൊണ്ട് എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിന് ശേഷം ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല കട്ടിയിലാണ് നമ്മൾ എന്താ പറയുക തൊലിയൊക്കെ അരച്ചത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം ഉണ്ട്, കുറച്ചധികം ശേഖരിച്ച് വെച്ചിരുന്നു, അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ വേസ്റ്റൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ചാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനും പെട്ടെന്ന് കായ്ക്കാനും ഒക്കെ പറ്റിയതാണ്. നമ്മളെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് പഴത്തൊലിയാണെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അങ്ങനെ ചാര ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ കളറങ്ങ് മാറിയിട്ടുണ്ട്. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒന്ന് പുളിച്ച് നല്ല ഒന്ന് സെറ്റായി വരട്ടെ. അങ്ങനെ കുറച്ചുകൂടെ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ഒക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടിപൊളിയായിട്ടൊരു മോരുകറി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 2 വറ്റൽമുളക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തീയിലൊരു 2-3 സെക്കൻഡ് ഇളക്കി കൊടുത്ത് നല്ല മണം വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ല കട്ട തൈരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വയറിനൊക്കെ നല്ലതാണ്. നമ്മൾ ഇതുപോലെ മോര് കാച്ചി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മളത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ 2 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മൺചട്ടിയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മൺചട്ടിയിൽ വേറൊരു സാധനം ഉണ്ടാകുക കാരണം നമ്മളത് ഒഴിച്ച് അതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അടിപൊളി കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബീഫ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബീഫൊക്കെ കഴുകി ശരിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് പച്ച വഴറ്റൊന്നും ചെയ്യാതെ പച്ചക്ക് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും അതുപോലെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ശരിയാക്കി എടുക്കുകയാണ്. പിന്നെ വെന്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് പിന്നെ ഗരം മസാല അതുപോലെ തന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഗരം മസാല കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് മുരിങ്ങയിലയും ചീരയിലയും കൂടെ കുറച്ച് എന്താ പറയുക പച്ചമുളകൊക്കെ ചേർത്ത് സവാളയും ചേർത്ത് കഞ്ഞിവെള്ളത്തിൽ ചെറുതായി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ല തളിര് ഇലകളാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാടങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണയിലൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കണ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ബീഫ് കറി വരട്ടിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പിന്നെ മോര് കാച്ചിയതും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ ബീഫൊക്കെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വെറുതെ അങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി.
അത് സെറ്റ് ആയിക്കോളും. അടിപൊളി ടേസ്റ്റോട് കൂടെ തന്നെ നമ്മളെ ബീഫും തയ്യാറായിട്ടുണ്ട്. ചെറിയൊരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പഴുത്ത ലീഫും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് അടിപൊളിയാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് ഒന്ന് ഉണങ്ങാൻ വെച്ചിരുന്നു കേട്ടോ. ഒരു 3-4-5 ദിവസമൊക്കെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ആ ചട്ടിയിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേരൊക്കെ ഇറങ്ങി പെട്ടെന്ന് തളിയിൽ വരാനും മഴയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചീഞ്ഞ് പോകുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടിപൊളി ഭംഗിയുള്ള ചെടികളാണ്. നമ്മൾ സിറ്റ് ഔട്ട് അലങ്കരിക്കാൻ പറ്റിയ ചെടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.